ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി അവസാനത്തോടു കൂടി LGS വേരിയസ് കാറ്റഗറി നമ്പർ 535/2023 അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നു തുടങ്ങുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫെബ്രുവരി പകുതിയോട് തന്നെ LGS വേരിയസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ 2 ജില്ലയിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒന്ന് ഇടുക്കിയും ഒന്ന് മലപ്പുറവും. ഇടുക്കിയിൽ ഏകദേശം ഒരു 54-55 ആ റേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് 64-65 ആ റേഞ്ച് വന്ന OC-ക്കാർക്കെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മെയിനായിട്ട് പറയുന്നു, മെസ്സേജ് വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഷോർട്ട് ലിസ്റ്റ് വരണമെന്നില്ല. നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആവരുത്. സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതായത് SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പിന്നെ അതുപോലെ തന്നെ EWS ഉള്ളവർ EWS സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ NCL OBC ഉള്ളവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം റെഡിയാക്കുക. നാളെ തന്നെ പോയി റെഡിയാക്കുക. എന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ അക്ഷയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിലോ ആയിക്കോളും നിങ്ങൾ പോകുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെന്ന് അവർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോണിൽ കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് സ്കാനഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പ്രൊഫൈലിൽ. ആ പ്രൊഫൈലിൽ കയറിയിട്ട് സ്കാനഡ് ഇമേജ് കയറിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ, വിസിബിൾ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ പോകുമ്പോൾ അത് നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആ സമയത്ത് കിടന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കട്ട് ഓഫ് ഒരുപാടൊന്നും കൂടിയിട്ടില്ല. നമ്മൾ ഈ പ്രതീക്ഷിച്ച ഈ 2 ജില്ല, ഇടുക്കിയിൽ നമ്മൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 60 റേഞ്ചിലൊക്കെ വരുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത്രയൊന്നും വന്നിട്ടില്ല. 55-54 ആ റേഞ്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തും ഏകദേശം ഒരു 68 ആ റേഞ്ചൊക്കെ വരുമെന്നാണ് പലരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ആ റേഞ്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഉയരാനുള്ള സാധ്യതയുള്ള 2-3 ജില്ലകളുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, ഈ ജില്ലകളിലൊക്കെ ഏകദേശം ഒരു 70 അടുപ്പിച്ച് നിൽക്കാനും അത് ചിലപ്പോൾ 1-2 മാർക്ക് അങ്ങോട്ട് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആരും ഒരുപാടൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഓവറായിട്ട് പറഞ്ഞ പോലെ തന്നെ 75+ അല്ലെങ്കിൽ 80 അടുപ്പിച്ചോ 85 ഒന്നും അത്രയൊന്നും കട്ട് ഓഫ് ഒന്നും വരാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ വന്ന 2 ജില്ലയിലെ ആ ഒരു ഇതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള ജില്ലകളിലും ബാക്കി 12 ജില്ലകളിലും നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് എല്ലാ ജില്ലകളിലും വരും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നവരൊന്നും ഓവർ കോൺഫിഡൻസ് ആവരുത്. എല്ലാവരും ലിസ്റ്റ് വരണമെന്നില്ല. അത് PSC ഉദ്ദേശിക്കുന്ന അതിലും ഏകദേശം ഒരു 10% ഒക്കെ കൂടുതൽ ആൾക്കാർക്കായിരിക്കും അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് ലിസ്റ്റ് വരുന്നത് വരെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. പല ലിസ്റ്റ്, അതായത് LP UP ആയാലും ഇപ്പം ലാസ്റ്റ് വന്ന ആംബുലൻസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഫാം വർക്കർ, അങ്ങനെയുള്ള ലിസ്റ്റിന് ഷോർട്ട് ലിസ്റ്റിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഓവർ കോൺഫിഡൻസ് ആവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് നമുക്ക് വിഷമം വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് വന്നെങ്കിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റിലുണ്ട്. അത്രയാണ്. ബാക്കിയുള്ള ജില്ലയിൽ ഇനി വരുന്ന മുറയ്ക്ക്, അതായത് ബാക്കി 12 ജില്ലയിലും വരുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി.